നമുക്ക് കഴിക്കാനുള്ള ചായയും കടിയെത്തിയിട്ടുണ്ട്. ഇതെന്തൊക്കെയാ? നെയ്യപ്പം, ഉള്ളിവട, പിന്നെ പത്തി. സെകനെ അങ്ങനെ റേഷൻ കടയിലോട്ട് പോയി. ഞാനിപ്പോൾ പണി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. വന്ന് റേഷൻ കട പോകണമെന്ന് പറഞ്ഞു ഇവിടെ. അപ്പോൾ പറഞ്ഞു നമുക്കെന്നാൽ റേഷൻ കട പോവാം. അപ്പോൾ കൂട്ടത്തിൽ ഇവിടുന്ന് എല്ലാം പൊടിക്കാനൊക്കെ കൊടുക്കും. മുളക് മല്ലിയ ഉച്ചയ്ക്ക് പൊടിക്കാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി മേടിക്കുകയും ചെയ്യണം. പിന്നെ റേഷൻ കടയിലും പോവാം. പിന്നെ നമുക്ക് പാടത്തും പോവാം. അവിടെ പാടമുണ്ട്, അവിടെയും പോവാം. എൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അതെ, ഞങ്ങൾ രണ്ടാമത്തെ ബ്ലോഗാണ് ഇപ്പോൾ എടുക്കുന്നത്. ഫസ്റ്റ് ഇട്ട ബ്ലോഗ് 80 പേരോളം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കമന്റ് പറഞ്ഞിട്ടുണ്ട്. 1-2 പേര്, കുറേ പേരല്ല, 1-2 പേര് ഇനി ഇതുപോലത്തെ ബ്ലോഗ് പ്രതീക്ഷിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായിട്ട് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ, അന്ന് ഫസ്റ്റ് ടൈം വരണമെന്നാണ് വീഡിയോ എടുക്കുന്നത്. അത് ഒത്തിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അത് കുറേ കംപ്ലൈൻറ്റ് പറയും. ഇവിടെ ഒത്തിട്ടൊന്നും കാണില്ല. എല്ലാവരും ഞങ്ങളെ ശ്രമിക്കാം, എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഞങ്ങൾ മുളകും മല്ലിയും പൊടിക്കാൻ കൊടുത്തത് മേടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ കാറിൽ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പി റൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഓളങ്ങനെ മുളകും മല്ലിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുഞ്ഞാമ്പ് ഓടുന്നുണ്ട്. പുറകെ നോക്കുക, കഴിക്കാനെന്തോ ആണെന്ന് വിചാരിച്ചിട്ട് അത് നോക്കുക, ബേക്കറി സാധനങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പം വണ്ടി എടുത്ത് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി റേഷൻ കടയിൽ പോകണം, പിന്നെ പാടത്തും പോകണം. പാക്കടപ്രായ നമ്മൾ താമസിക്കുന്ന ലൊക്കാലിറ്റി. അങ്ങനെ റേഷൻ കട എത്തി. അപ്പം ഇതൊരു ചെറിയൊരു ഇച്ചിരി ഉള്ളേരിയയിലോട്ടോ, റോഡിൽ നിന്ന് ഇച്ചിരി ഉള്ളിലോട്ടാണ് റേഷൻ കട. എന്നാൽ തിരക്ക് കുറവാണ്, തിരക്ക് തീരെ കുറവാണ്. ഈ സമയത്തൊക്കെ തിരക്ക് കുറവാണ്. വൈകുന്നേര സമയത്തൊക്കെ നല്ല തിരക്കാവും. അവിടെ സാധനം മേടിച്ചോണ്ടിരിക്കുക. ഇനി അവൾ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വരും. സാധനം അരി എന്തൊക്കെ മേടിക്കാനാണ്. ഇപ്പോൾ വരും. അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞിട്ട് പാടത്ത് പോകണം. പറഞ്ഞില്ല, ഇറങ്ങിയപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഒരു പാടം ഉണ്ടെന്ന് പറയുന്നത്. 4 മണി സമയമൊക്കെ ആകുമ്പോൾ അവിടെ ഒത്തിരി ആൾക്കാർ, ഇപ്പോൾ 4 മണി വെയിലൊക്കെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് അവിടെ സ്പെൻഡ് ചെയ്യും. നല്ല കാറ്റൊക്കെ അവിടെ. അങ്ങനെ ഞങ്ങൾ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി ഞങ്ങൾ പാടത്തേക്ക് പോവാണേ. ഇനി ഞങ്ങൾ പാടത്ത് പോയിട്ട് അവിടെ സ്പെൻഡ് ചെയ്യും. ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു അടുത്തൊരു ചായക്കടയുണ്ട്. അത് വയലിൻ്റെ അടുത്ത് തന്നെയാണ് ചായക്കട. അവിടെ നല്ല വൈബാണ്. വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ പോയി ഇരിക്കാനൊക്കെ അടിപൊളിയാണ്. ഇനിയപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവുകയാണ്, വയലിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇനി അവിടെ പോയിട്ട് ഇനി ചായ കുടിക്കണം. ചായക്കട എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരു ഹെയർ പിൻ വളവുണ്ട്. ഇതൊരു എസ് ഷേപ്പ്ഡ് വളവാണ്. വളവ് അവസാനിക്കുന്നിടത്താണ് ചായക്കടയുള്ളത്. ഞാൻ ഇക്കായോട് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞേ എനിക്ക് ചായ വാങ്ങിത്തരാവോ എന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞത് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചായ വാങ്ങിത്തരാമെന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് കഴിക്കാനുള്ള ചായയും കടിയെത്തിയിട്ടുണ്ട്. ഇതെന്തൊക്കെയാ? നെയ്യപ്പം, ഉള്ളിവട, പിന്നെ പത്തിരി, പഴംപൊരി കുഞ്ഞു ഒരു കടിയൊക്കെ കടിച്ചിട്ട് വെച്ചേക്കുക. പിന്നെ നല്ല കാറ്റ് ഇവിടുന്ന് കണ്ടോ, നല്ല പാടത്ത് നല്ല കാറ്റേ, നല്ല കാറ്റ്. ഇവിടെ ഫാനില്ല, ഫാനിൻ്റെ ആവശ്യമില്ല, കാറ്റുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഇതൊരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാളിങ്ങനെ ട്യൂബിനകത്ത് ഇങ്ങനെ മീനെ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നൊരു സീൻ ഇങ്ങനെ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചാനലിൽ കിടപ്പുണ്ട്, അത് നോക്കി അറിയാൻ പറ്റും. ഇവിടെയൊക്കെ അന്നേരം വെള്ളം കയറിയതിൻ്റെതൊക്കെ കാണാം. ഇപ്പം പിന്നെ വെള്ളം ഇറങ്ങി ഉണ്ട്. ആ സമയത്തൊക്കെ ഇതൊക്കെ നല്ല വെള്ളം, ഇതിലെ വണ്ടിയൊന്നും പോകത്തില്ലായിരുന്നു, ഭയങ്കര വെള്ളം കയറിയിട്ടേ. ചായയൊക്കെ കുടിച്ച് വന്ന് ഈ പാടത്ത് വന്നു. ചെറിയ വെയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ മിക്കവാറിപ്പോൾ പോവും. ഇപ്പോൾ ഭയങ്കര ചൂട്. ഈ സമയത്തൊക്കെ ചൂട് ഇല്ലേ, ഈ സമയത്തൊക്കെ ഒരു കാറ്റൊക്കെ വരുന്നത്. കാറ്റ് വണ്ടിക്കകത്തിരുന്നിട്ടാണ് ഭയങ്കര ചൂടുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ വന്നു വരുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മണി സമയത്തൊക്കെയാണ് ഇവിടെ വരേണ്ടത്. ഇതിന് പൂർണ്ണമായിട്ടൊരു സന്ധ്യ സമയമല്ലേ. ഇതിന് ചൂടൊക്കെ മാറി ഒരു നേരത്തേക്ക് കാറ്റൊക്കെ വരും. ഇപ്പം നല്ല കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ വണ്ടിക്കകത്ത് നല്ല ചൂടുണ്ട്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയില്ലേ പറയാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് 100 രൂപയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വരാം. അതായത് നമുക്ക് ചായ കുടിക്കാം. ജസ്റ്റ് ചായ കുടിക്കുന്നതിന് 19 രൂപയുടെ കാര്യമില്ലേ ഉള്ളൂ. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൈസ കുറവുള്ളപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇങ്ങോട്ട് തന്നെ വരാറുള്ളത്. ഈവനിങ്ങൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഇട്ടിട്ട് ഇവിടെ വരാറുണ്ട്.
മിക്കവാറും അതില്ല ചൂട് സമയത്തായിരുന്നു നമ്മൾ വന്നത് അല്ലേ. ചൂട് സമയത്ത് ഭയങ്കര, ഞങ്ങള് താമസിക്കുന്നിടത്ത് ഫ്ലാറ്റ് അല്ലേ, നല്ല ചൂടുണ്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു ചൂട് കൊണ്ടൊക്കെ. പിന്നെന്താ, പിന്നെ ഇവിടെ കൃഷി ചെയ്യുന്നതോ ഇല്ല, തണ്ണിമത്തനല്ലേ, തണ്ണിമത്തനുണ്ട്. പിന്നെ സൂര്യകാന്തി നമ്മൾ നിൽക്കുന്ന ഈ ബാക്കൊക്കെ ഉണ്ട്, ഇതൊക്കെ സൂര്യകാന്തി. ഇപ്പം നെല്ല കേട്ടോ, സൂര്യകാന്തി ഒക്കെ ഉണ്ട്. അത് കാണാൻ കുറെ ആൾക്കാരൊക്കെ ഓരോ ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുമായിരുന്നു. പിന്നെ ഈ ഇവിടെ കൃഷിസ്ഥലം, ഇവിടെയൊക്കെ നോമ്പ് സമയമൊക്കെ ആകുമ്പോൾ വത്തക്ക അങ്ങനെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യണം നോമ്പ് സമയത്തൊക്കെ. ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ വ്യൂ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ വ്യൂ ചെറുതായിട്ട് കാണിച്ചു തരാമെന്ന് വേറൊന്നും കൊണ്ടല്ല, വീഡിയോക്ക് ലെങ്ത് കൂട്ടണ്ട, കാണുന്നവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട, അരോചകമാകണ്ടെന്ന് വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അല്ലാതെ വീഡിയോ കാണിക്കുമ്പോൾ എല്ലാം വെള്ളം കയറുന്നതാണ്. ഈ റോഡിൽ മൊത്തം വെള്ളം കയറും. ഇവിടെയൊക്കെ ഉണ്ട്, ഇപ്പം നല്ല താഴ്ചയുണ്ട്. പക്ഷെ വെള്ളം വന്നു കഴിഞ്ഞാൽ, വെള്ളം കയറിക്കഴിഞ്ഞാൽ മൊത്തം കണ്ടോ, ഇവിടെ നല്ല താഴ്ചയുണ്ട് താഴോട്ടെ. പക്ഷെ വെള്ളം കയറുമ്പോൾ ഈ റോഡിൽ വരെ വെള്ളം കയറും, അത്രയ്ക്കും നല്ല വെള്ളം കയറും ഇവിടെയൊക്കെ. ഇപ്പോൾ വെള്ളോട്ട് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റുണ്ട്, പുറത്ത് ഇരുന്നപ്പോൾ കാറ്റ് കുറവ്. അല്ല, വെള്ളോട്ട് ഇറങ്ങിയപ്പോൾ കാറ്റുണ്ട്, വണ്ടിക്കകത്ത് ഇരുന്നപ്പോൾ കാറ്റ് കുറവ്. വണ്ടിക്കകത്ത് ഇരുന്നിട്ട് വന്നത് വണ്ടിയുടെ ചൂടും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങളിപ്പോ തന്നെ പോവും, ചൂടുണ്ട്. അത് തന്നെ നമ്മൾ ഇട്ടേക്കുന്നിടത്ത് വെയില്. ഞാൻ പറയില്ല പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല കാറ്റ് തോന്നുന്നുണ്ട്. ഈ വണ്ടിക്കകത്തിരുന്നിട്ടാന്ന് തോന്നുന്നു കാറ്റ് അറിയാത്തത്. പിന്നെ അതിലൂടെ ചെറിയ വെയിൽ, തണൽ അങ്ങോട്ട് ആകുന്നില്ല. ഒരു 5:30 ഇപ്പം സമയം എത്ര, 6 മണിയാണ്. 6 മണിയാണ്. എന്താ പറയുക, ഈ സമയത്തൊക്കെ ആളും കുറവാണ്. ഈ സമയത്തൊക്കെ ആൾക്കാരൊക്കെ വരുന്ന അവിടെ എന്തോ തിരക്ക് കുറവാ. പിന്നെ ഞങ്ങള് ആലപ്പുഴക്കാരാണെങ്കിലും ഞങ്ങൾക്ക് മലപ്പുറം തന്നെ കേട്ടോ കൂടുതൽ ഇഷ്ടം. മലപ്പുറം പൊളിയല്ലേ, വലിയ ഇഷ്ടമുള്ള സ്ഥലം തന്നെയാണിത്. പിന്നെ കോഴിക്കോട് പറ്റൂല, നമുക്ക് പോവാം. ഞങ്ങള് ഇത് ഇവിടെ വെച്ച് വീഡിയോ ചെയ്യാം. ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം. കമന്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം കേട്ടോ, നമുക്കൊരു സന്തോഷമാണ്. ഞങ്ങളെ വീഡിയോ 80 പേരോളം കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബ്ലോഗ്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചല്ല ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ മാക്സിമം ഒരു 25-30 പ്രതീക്ഷിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീഡിയോ, അടുത്തൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ നമ്മള് ഫുഡ് ബ്ലോഗിന്റെ കൂടുതൽ അതിനകത്ത് ബ്ലോഗ് ആണെങ്കിലും അല്ലേ, ഒന്നും ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ബ്ലോഗ് ഇടാൻ കൂടുതൽ ഒരു ചമ്മലുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞങ്ങൾ 1-2 വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും. ഫുഡിന്റെ ഞങ്ങൾ കൂടുതൽ ഇടുന്നത്. ഫുഡിന്റെ എല്ലാരും നല്ല സപ്പോർട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ 160 സബ്സ്ക്രൈബർ ഉണ്ട്. 62 പേർക്ക് ഞങ്ങൾ ബിഗ് താങ്ക്സ്. ഞങ്ങൾ അത്രയും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹിക്കുന്നതിന് പിന്നെ കുഞ്ഞാ ഒരു ടാറ്റ എടുത്തേ. പിന്നെ ഞങ്ങള് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ.